അമ്മച്ച് പോവാ അയ്യോ പക്ഷേ അമ്മയെ കപ്പട്ട പോവാണ് അച്ഛമ്മണ്ട് ചിക്കമ്മണ്ട് തുങ്കുണ്ട് അമ്മയുണ്ട് എൻ്റെ അമ്മയാ വണ്ടോച്ചിനെ അമ്മ പമ്പി എത്തും അവന്റെ കപ്പിയാ എല്ലാം ഉണ്ട് ഞാൻ പോവാന് അപ്പൊ തിന്ന കണ്ടൂലോ അതെന്റെ കൂടെ എല്ലാരും മാമുണ്ട് ചാച്ച മാമുണ്ട് എല്ലാവർക്കും പറമ്പില് പണിയുണ്ട് അപ്പൊ അമ്മ എനിക്കൊരു കപ്പ കൊണ്ടുവന്ന് തന്നു കഴിക്കാൻ ഞാനത് തിന്നു അപ്പൊ ഇങ്ങനെ കാത്ത ഇങ്ങനെ കാറ്റ കാറ്റ് പോകുന്നല്ല കാറ്റാണെന്ന് കൊറേ ദിവസം പണിയുള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും വന്ന് ഇതേപോലെ മാമു എല്ലാവർക്കും കൊടുക്കും തണലുള്ള ഈ മരത്തിന്റെ ചൂട്ടി വന്നിരുന്നിട്ടാണ് എല്ലാരും മാമു ഉണ്ടായത് കപ്പ കാണിച്ച എല്ലാരും മാമുണ്ടിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് നേരെ പറമ്പിൽ പോയി പണി തുടങ്ങും കപ്പ ഒരിടത്ത് പറിക്കുമ്പം ഒരിടത്ത് അത് വെട്ടും ചെത്തും അങ്ങനെ ഓരോരോ പണികളാണ് ഈ അമ്മമ്മ കപ്പ ഉണങ്ങാൻ വേണ്ടി ഇപ്പൊ വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ വെട്ടിയ കറുപ്പ ഇതേപോലെ പാടത്ത് ചുമ്മാ മണ്ണി കൊണ്ട് ഇങ്ങനെ വിടർത്തിയിടും ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതെന്താ ഇത് ഒന്ന് വീഡിയോ എടുക്ക നോക്കട്ടെ കാണിച്ചേനി ഞാനെന്താ ഈ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത് കുറേ ദിവസത്തെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് ഒരു ദിവസത്തെ അല്ല ഞാൻ അച്ചാച്ചന്റെ കൂടെ പറമ്പിലോട്ട് ഇതേപോലെ തുള്ളി ചാടി പൊക്കോണ്ടിരിക്കുക കപ്പ പറിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോവാന്ന് അച്ചാച്ചൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ പോകുമ്പം ഇവിടെ ഒരു അച്ചാച്ചൻ ഇരുന്ന് ഇതേപോലെ കപ്പ ഞുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണങ്ങാൻ വേണ്ടി എന്റെ കയ്യിൽ അച്ചാച്ചൻ കയ്യും പിടിച്ചോണ്ട് നേരെ കപ്പ പറിക്കാൻ പോവാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി എന്നിട്ട് ഈ കപ്പയുടെ മണ്ടേ കയറ്റി നിർത്തി പറിക്കാൻ വേണ്ടി ഇത് മുഴുവൻ ഞാൻ ഇനി ഇടയ്ക്ക് പറിച്ചെടുക്കണം ഈശ്വരാ എന്റെ തിന്നോണ്ടിരുന്ന കപ്പയും പിടിച്ച് മേടിച്ചല്ലോ വലിച്ചോ രണ്ട് കൈയോട് പിടിക്കടാ ഈ കൈയോട് പിടിക്കേ വലിച്ചോ വലിച്ചോ വലിക്കടാ മോളോട്ട് പോക്കടാ വലിക്കേ ആ പൊക്കിക്കോ ഇപ്പൊ പൊങ്ങി വരും വലിച്ചോ വലിച്ചോ ഓ ടുങ്കു കപ്പ പറിച്ചേ നോക്ക് സന്തോഷായ കൈകൊട്ട് സന്തോഷായ ഗുഡ് ബോയ് ഇനി എന്ന് വന്ന അച്ഛൻ്റെ കൂടെ കപ്പ പറിക്കണേ ഹലോ ഗായ്സ് ടുങ്കു കപ്പ പറിച്ചു ഗായ്സ് കപ്പ തിന്നുന്നതിന് അവന് കൂടുതൽ ഇൻട്രസ്റ്റ് തിന്നാനാ കോൺസെൻട്രേഷൻ എല്ലാരും പിന്നെയും പണിയെടുക്കാൻ തുടങ്ങി എന്നാ പിന്നെ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാലോ എന്ന് വിചാരിച്ചു ഒരു കഷ്ണം കപ്പ ഇവിടെ കിടന്നത് എടുത്തു കൊണ്ടുപോയി ആ അമ്മമ്മമാർക്ക് വെട്ടി നോക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി പോവാണ് ഈ മണ്ണും കല്ലും ഒക്കെ നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് എനിക്ക് നേരെ നടക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും ഞാൻ കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ ഞാനൊരു ജോലി ചെയ്തു ഇനി ഞാൻ എന്റെ കപ്പ തിന്നോണ്ടിരിക്കുന്ന പരിപാടി നിർത്തത്തില്ല കേട്ടോ അതുമായിട്ട് ഞാൻ നേരെ പിന്നെ മുമ്പോട്ടങ്ങ് നടക്കാൻ പോവാന്ന് വിചാരിച്ചു ഇവിടെ അമ്മമ്മ ഇതേപോലെ നിന്ന് കപ്പ ചെത്തുന്നുണ്ട് ഈ അമ്മമ്മ ചെത്തുമ്പോ മറ്റേ അമ്മമ്മ വേറൊരു പണി ചെയ്യും ഇതെന്താണെന്നറിയാവോ ഇത് ആമയുടെ ഒരു മുട്ടയായത് ഇവിടുന്ന് കിട്ടിയതാ നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയി മണ്ണിനടിയിൽ വെച്ച് നോക്കാം ചിലപ്പോ ഇതിന്റെ കുഞ്ഞ് വിടർന്ന് വന്നാലോ എനിക്ക് ഒത്തിരി പണി തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ അച്ഛമ്മ കേൾക്കുന്നില്ല ഇവിടെ എന്തൊക്കെ പണിയാ എനിക്ക് ചെയ്യാനുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാവോ എല്ലാരും മെനക്കെടുത്തണ്ടേ അത് തന്നെ ഒരു വലിയ പണിയല്ലേ ഈ കപ്പയൊക്കെ വെട്ടി കൊടുക്കുന്ന ഈ അച്ചാച്ചൻ ചെയ്യുന്ന വെട്ടി കൊടുക്കുന്നതൊക്കെ കൊണ്ടുപോയിടുന്നത് ഞാനാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ലാട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഇവർ തന്നെയാ ഈ കപ്പയൊക്കെ ഇതേപോലെ പാടത്ത് ഇതേപോലെ വിടർത്തിയിട്ട് ഉണക്കി വാരി ചാക്കിലാക്കിയിട്ടാണ് അച്ചാച്ചൻ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത് ഞങ്ങളെല്ലാരും ഇങ്ങോട്ട് വരുന്നത് ഇതൊന്നും ചെയ്യാനല്ല കേട്ടോ ഞങ്ങൾ ഇവർക്ക് കഴിക്കാൻ വേണ്ടി 10 മണിക്കും അതേപോലെ തന്നെ
ഉച്ചയ്ക്കും കഴിക്കാനുള്ള ചോറും കറിയൊക്കെ വീട്ടിൽ അമ്മയും അച്ഛമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി വരുന്നതാണ്. ആ സമയത്ത് എനിക്ക് നേരം കിട്ടുമ്പോൾ ഞാൻ ഇവരെ ഒന്ന് മെനക്കെടുത്താൻ നോക്കും. അതാണ് എൻ്റെ പരിപാടി. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ഇതേപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് എൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ. ഓക്കെ ബൈ.